സഹീൻ, ഇപ്പോഴും ഈ ആയങ്കിയുമായുള്ള പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സൈബർ സംഘം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്തിന് കോതമംഗലം സിഐക്കെതിരെ ഇത്തരം ഭീഷണി മുഴക്കി എന്നുള്ള കാര്യം. അപ്പോൾ തന്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് അർജുൻ ആയങ്കി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അവിടേക്ക് കണ്ണൂരിലേക്ക് എപ്പോഴേക്ക് എത്തിച്ചേരും? ഇവിടെ നിന്നുള്ള ഇനി നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും സഹീൻ? സേതു, നിലവിൽ 3 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ എറണാകുളം ജില്ലയിൽ നിലവിലുള്ളത്. അതിൽ ഒന്നാമത്തേത് കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അത് ആദ്യ കേസ് എന്ന് പറയുന്നത് 4 കേസുകളുണ്ട്. ഒന്ന് കോതമംഗലത്ത് സംഘടിച്ച കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി സംഘടിച്ചു എന്നുള്ളതായിരുന്നു ആദ്യ കേസ്. അത് അർജുൻ ആയങ്കിയുടെ ഭാഷയിൽ അർജുൻ ആയങ്കി പറയുന്നത് തൻ്റെ സുഹൃത്തിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കോതമംഗലം പോലീസ് പറയുന്നതാവട്ടെ അർജുൻ ആയങ്കിയും സംഘവും അവിടെ ഒരു ഹോട്ടലിൽ ഒത്തുചേരുകയും കുറ്റകൃത്യങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കോതമംഗലം പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അർജുൻ ആയങ്കി കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തന്റെ ജീവിതം കോതമംഗലം സിഐ നശിപ്പിച്ചു, അതുകൊണ്ട് തന്നെ യൂണിഫോമിലല്ലാതെയും നിന്നെ കാണുന്നുണ്ട് എന്നുള്ള തരത്തിൽ കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭാഷയിൽ അർജുൻ ആയങ്കി നവമാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇടുകയായിരുന്നു. ഇതിനെതിരെ കോതമംഗലം സിഐയുടെ പരാതിയിൽ ഒരു കേസെടുത്തു. അങ്ങനെ രണ്ടാമത്തെ കേസ് വരുന്നു. ഒപ്പം തന്നെ അർജുൻ ആയങ്കിയുടെ ജാമ്യം കോടതി റദ്ദ് ചെയ്യുന്നു. തുടർന്ന് അർജുൻ ആയങ്കി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയും എല്ലാം സമീപിച്ചു. പക്ഷേ അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചില്ല. ഇതോടുകൂടി അർജുൻ ആയങ്കി ഒളിവിൽ പോകുന്നു. അതിനുശേഷമാണ് ഊന്നുകൽ സിഐ അർജുൻ ആയങ്കിയെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. വീണ്ടും അദ്ദേഹത്തെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അർജുൻ ആയങ്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടെ ഇടുന്നു. അദ്ദേഹത്തിന് കൂടാതെ ഒരു ശബ്ദ സന്ദേശവും കൂടി അയച്ചു കൊടുക്കുന്നു. നിന്നെയും വിടാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള തരത്തിൽ. അങ്ങനെ മൂന്നാമത്തെ കേസ് അർജുൻ ആയങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നു ഊന്നുകൽ സിഐയുടെ പരാതിയിൽ. തുടർന്നാണ് ആലുവ സൈബർ പോലീസ് അർജുൻ ആയങ്കിക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുക്കുന്നത്. അത് മുഖ്യമന്ത്രി VD സതീശനെതിരെ മോശം പരാമർശം നടത്തി അദ്ദേഹത്തെ അശ്ലീലം കലർന്ന ഭാഷയിൽ സംസാരിച്ചു എന്നുള്ള തരത്തിൽ. അങ്ങനെ 4 കേസുകളാണ് നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. ഇതിൽ ആദ്യ കേസിലെ ജാമ്യം റദ്ദായത് ഉൾപ്പെടെയാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 4 കേസുകൾ അർജുൻ ആയങ്കിക്കെതിരെ എടുത്തിരിക്കുന്നു എറണാകുളം സിറ്റി പോലീസ് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അർജുൻ ആയങ്കിയെ പറയുന്ന കണ്ണൂർ ടൗൺ പോലീസിൽ നിന്നും അല്ലെങ്കിൽ കണ്ണൂർ സൈബർ പോലീസിൽ നിന്നും ജാമ്യം ലഭിച്ചാൽ അല്ലെങ്കിൽ അവരുടെ കുറ്റകൃത്യത്തിന് ജാമ്യം ലഭിച്ചാൽ അർജുൻ ആയങ്കിയെ പോലീസ് കൊച്ചി സിറ്റി പോലീസ് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യും. എറണാകുളം റൂറൽ ആലുവ പോലീസ് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യും. തുടർന്ന് അർജുൻ ആയങ്കിയെ കോതമംഗലം പോലീസിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കും. കൂടാതെ ഊന്നുകൽ സിഐയുടെ പരാതി നിൽക്കുന്നുണ്ട്, ആലുവ സിഐയുടെ പരാതി നിൽക്കുന്നുണ്ട്. അങ്ങനെ 3 കേസിലും അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പോലീസ് കോടതിയിൽ വെച്ച് ജയിലിൽ വെച്ചായിരിക്കും